ഞാൻ ഞാനെങ്ങനെയാ അമ്മേ ഒറ്റയ്ക്ക് ദേവേട്ടൻ്റെ കൂടെ പോകുന്നത്? അമ്മ വിചാരിക്കുന്നത് പോലെയുള്ള അടുപ്പമൊന്നും ഞങ്ങൾക്കിടയിലില്ല. നിദ്ര നിറകണ്ണുകളോടെ ഗായത്രി ദേവിയെ നോക്കി. അതുകൊണ്ടാണ് ഞാനിത് നിന്നോട് പറയുന്നത് മോളെ. നിനക്ക് നിന്റെ താലി വേണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ അമ്മ നിന്നെ നിർബന്ധിക്കില്ല. നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ എൻ്റെ മോളായി കഴിയാം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് നല്ലൊരു ജീവിതം കൂടിയാണ്. ആ സാറ എൻ്റെ മകൻ്റെ കൂടെ നടക്കുന്നത് അത്ര പന്തിയായി എനിക്ക് തോന്നുന്നില്ല. അവൾ അത്ര നല്ലവളല്ല. അവൾ നല്ലവളായിരുന്നുവെങ്കിൽ ഞാൻ രുദ്രന് വേണ്ടി നിന്നെ ആലോചിക്കുകയില്ലായിരുന്നു. മാത്രമല്ല അവൾ നല്ലൊരു പെണ്ണായിരുന്നുവെങ്കിൽ രുദ്രൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ എതിർത്തേനെ. മാത്രമല്ല തന്നെ മറന്ന് വേറൊരുവളെയും വിവാഹം കഴിച്ചൊരു പുരുഷൻ്റെ പിന്നാലെ നടക്കുകയുമില്ലായിരുന്നു. അത്തരമൊരു പെണ്ണല്ല എൻ്റെ മകന് ജീവിത പങ്കാളിയായി വരേണ്ടത്. നിദ്രയുടെ മനസ്സിൽ രുദ്രനും സാറയും തമ്മിലുള്ള ചുംബന രംഗം തെളിഞ്ഞു. പാവം അമ്മ. അവളുടെ പ്ലാനുകളെക്കുറിച്ച് അമ്മയ്ക്ക് എന്തറിയാം? തന്നെ വിവാഹം കഴിച്ചത് പോലും ദേവേട്ടനും സാറയും ഒരുമിച്ചെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താകാനാണ് സാധ്യത. നീ എന്താ മോളെ ഒന്നും പറയാത്തത്? ഞാൻ പോകാം അമ്മേ. അമ്മയ്ക്ക് വേണ്ടിയാണോ ഈ തീരുമാനം? അല്ലമ്മേ, എനിക്ക് വേണ്ടിയാ. എനിക്ക് ഈ താലി വേണം, അത് കെട്ടിയ ആളെയും. നിദ്ര തൻ്റെ താലിയിൽ തെരുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗായത്രി ദേവി അവളുടെ കൈയെടുത്ത് തലോടി. വൈകുന്നേരം എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ നിന്ന് ചായ കുടിക്കുമായിരുന്നു. അമ്മേ, ഞാൻ നാളെ രാവിലെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകും. എൻ്റെ പുതിയ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ 2 മാസം അവിടെ ആയിരിക്കും. നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ലാതെ പിന്നെ അമ്മ വരുന്നുണ്ടോ എൻ്റെ കൂടെ? അടുത്തു നിന്ന് നിദ്രയിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് രുദ്രൻ ചോദിച്ചു. ഞാൻ വരുന്നില്ല, പക്ഷേ നിദ്രമോള് വരും. നിന്റെ ഭാര്യയെ നോക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കാണ്. നീ എത്ര വലിയ ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും. രുദ്രൻ എന്തു മറുപടി പറയണമെന്നറിയാതെ ഇരുന്നു. നിദ്രയ്ക്ക് തൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടാകില്ല എന്നവനറിയാമായിരുന്നു. അവളാകട്ടെ അവനെ മുഖം കൊടുക്കാതെ ശിരസ് കുനിച്ചു. പക്ഷേ സാറയ്ക്ക് ഗായത്രി ദേവിയുടെ തീരുമാനത്തിൽ വലിയ ആഹ്ലാദം തോന്നി. നിദ്ര അവിടെ ഉണ്ടാകുന്നതാണ് നല്ലത്. ഇവിടെ അവൾ ഗായത്രി ദേവിയുടെ സംരക്ഷണയിൽ ഒരു രാജകുമാരിയെ പോലെ കഴിയും. രുദ്രൻ ഇവിടെ വരുമ്പോഴൊക്കെ അവർ തമ്മിൽ കാണുകയും ചെയ്യും. പക്ഷേ അവിടെയാണെങ്കിൽ അവൾക്ക് ആരുടെയും തണലുണ്ടാവില്ല. തന്നെ അഭിമാനിച്ചതിൻ്റെ ഇരട്ടി അവൾക്ക് കൊടുക്കാം. രുദ്രനും താനും തമ്മിലുള്ള അടുപ്പം കണ്ട് അവൾ നെഞ്ചുപൊട്ടി കരയണം. അത്രയും വലിയ പ്രതികാരം വേറെയില്ല. ആൻറ്റി പറഞ്ഞതാ രുദ്ര ശരി. നിദ്ര നിന്റെ ഭാര്യയല്ലേ? സ്വന്തം ഭാര്യയെ വേറെടുത്ത് നിർത്തി പോകേണ്ടത് കാര്യമില്ലല്ലോ. സാറ പറഞ്ഞത് കേട്ട് രുദ്രൻ അമ്പരപ്പ് തോന്നി. നിദ്രയിലും ഒരു പകപ്പ് ദൃശ്യമായി. സാറയുടെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. ഗായത്രി ദേവിക്കും സംശയം തോന്നി. പക്ഷേ അവർ നിദ്രയെ സാരമില്ലെന്ന മട്ടിൽ കണ്ണടച്ച് കാണിച്ചു. നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? നിനക്കിവളെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നാണോ? അങ്ങനെയല്ലമ്മേ, പക്ഷേ ഇവൾക്ക് അതിൽ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. രുദ്രൻ നിദ്രയെ നോക്കി. പഴയതുപോലെ അവൾ അവനെ നോക്കാതെ നിൽക്കുവാണ്. അവൾ വരും. ഞാൻ അവളോട് സമ്മതം ചോദിച്ചിരുന്നു. രുദ്രൻ എന്തുകൊണ്ടോ വലിയ സന്തോഷം തോന്നി. അതെന്തുകൊണ്ടാണെന്ന് അവന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മുഖത്ത് ആഹ്ലാദത്തിൻ്റെ പൂത്തിരി കത്തുന്നത് കണ്ട് സാറയുടെ മുഖം മങ്ങി. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. അവിടെ ചെന്നിട്ട് നിദ്രയെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമെന്ന് അവൾ കണക്ക് കൂട്ടുകയായിരുന്നു ആ നിമിഷം. പിറ്റേന്ന് രാവിലെ 8 മണി. ഗായത്രി ദേവി നിദ്രയെ നന്നായി അണിയിച്ചൊരുക്കിയിരുന്നു. ഒരു ഗോൾഡൻ കളർ പട്ടുസാരിയാണ് അവർ അവളെ ഉടുപ്പിച്ചത്. കയ്യിലും കഴുത്തിലുമെല്ലാം സ്വർണ്ണാഭരണങ്ങളും അണിയിച്ചു. രുദ്രൻ മുകളിലേക്ക് വന്നപ്പോൾ നിദ്ര അവിടെ ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. അവനെ കണ്ടതും അവളൊന്ന് പരുങ്ങി. അവളിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു. നിദ്ര കൂടുതൽ ചൂളിപ്പോയി. പിന്നെ ധൈര്യം സംഭരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്താ, സ്വർണ്ണക്കടയുടെ പരസ്യത്തിനെങ്ങാനും നീ അഭിനയിക്കുന്നുണ്ടോ? അവൻ്റെ ആ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അമ്മ നിർബന്ധിച്ചപ്പോൾ ഞാനെല്ലാം ഊരിയിട്ട് വരാം. നിദ്ര പോകാൻ ഭാവിച്ചതും രുദ്രൻ അവളുടെ കൈപിടിച്ച് തടഞ്ഞു. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞതാ പെണ്ണെ. അതിന് അത്യാവശ്യമുള്ളത് മാത്രമല്ല നീ ഇട്ടിട്ടുള്ളൂ. യു ലുക്ക് സിമ്പിൾ ബ്യൂട്ടിഫുൾ. എൻ്റെ ഭാര്യ നല്ല സുന്ദരിയാണ്. എനിവേ, നീ എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിദ്ര എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് സാർ അങ്ങോട്ടേക്കൊരു ബാഗുമായി വന്നത്. ഒരു ടൈറ്റ് ക്രോപ്പ് ടോപ്പും ജീൻസുമായിരുന്നു അവളുടെ വേഷം. നിദ്രയെ നോക്കിയപ്പോൾ സാറയുടെ കണ്ണിൽ അസൂയ കത്തിയെരിഞ്ഞു. നമുക്ക് പോകാം രുദ്ര.
രുദ്രന്റെ തോളിൽ പിടിച്ച് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് സാറ പറഞ്ഞു. നിദ്രയുടെ മുഖം മങ്ങി. അവൾ അവരെ നോക്കാതെ താഴേക്കിറങ്ങാൻ തുടങ്ങി. അവൾ മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. ഈ അമ്മയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മോളെ, ഞാനല്ലേ ഇവിടെ. ഗായത്രി നിദ്രയെ തഴുകി. അതെനിക്കറിയാം അമ്മേ, ആ കാര്യത്തിൽ എനിക്കൊരു വേവലാതിയുമില്ല. പോയിട്ട് വാ, മുത്തശ്ശി പറഞ്ഞു. നിദ്ര ജാനകിയോടും ഭവാനിയോടും യാത്ര പറഞ്ഞു. അച്ഛനോട് പറഞ്ഞേക്കണേ അമ്മേ. മഹിയേട്ടൻ ബിസിനസ് ടൂറിലല്ലേ മോളെ, തിരിച്ചു വരാൻ സമയമെടുക്കും. ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. നിദ്ര അതിനൊന്ന് തലയാട്ടി. പെട്ടിയും ബാഗുമെല്ലാം കാറിൻ്റെ ഇടുക്കിൽ സെർവൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞിരുന്നു. രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു. ഡ്രൈവിംഗ് അവന് ഗ്രേസായതിനാൽ മിക്ക യാത്രകൾക്കും അവൻ മറ്റാരെയും ആശ്രയിക്കാറില്ല. കേറുമോളെ, ഗായത്രി ദേവി ഫ്രണ്ടിലെ ഡോറ് തുറന്ന് പിടിച്ചുകൊണ്ട് നിദ്രയോട് പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത് നിന്നിരുന്ന സാറയുടെ മുഖം കടുത്തു. എങ്കിലും അവളൊന്നും മിണ്ടിയില്ല. നിദ്ര നിറകണ്ണുകളോടെ ഗായത്രി ദേവിയെ നോക്കിയിട്ട് ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു. ചെന്നാൽ ഉടനെ വിളിക്കണം കേട്ടോ, മോളെപ്പോഴും സന്തോഷമായിരിക്കണം. നിനക്കായി അമ്മ ഇവിടെയുണ്ട്. അവർ കാറിൻ്റെ വിൻഡോയ്ക്കുള്ളിലൂടെ കൈയിട്ട് നിദ്രയുടെ ശിരസ് തഴുകി. അവൾ സങ്കടത്തോടെ തലയാട്ടി. ഇതെന്ത് പ്രഹസനം എന്ന മട്ടിൽ മുഖം ചുളിച്ചുകൊണ്ട് സാറ ബാക്ക് സീറ്റിലേക്ക് കയറി. വരട്ടെ അമ്മേ. ശരി മോനെ, മോളെ നന്നായി നോക്കണം കേട്ടോ, ഗായത്രി ദേവി പറഞ്ഞത് കേട്ട് രുദ്രൻ പുഞ്ചിരിച്ചു. അവൻ കാറ് മുന്നോട്ടെടുത്തു. വണ്ടി തൻ്റെ കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ ഗായത്രി ദേവി നോക്കി നിന്നു. നിദ്ര ഇടയ്ക്കിടെ വേവലാതിയോടെ നോക്കുന്നത് കണ്ട് അവരുടെ ഹൃദയം വേദനിച്ചു. ആ വണ്ടി നഗരം ലക്ഷ്യമാക്കി പാഞ്ഞു. വൈകുന്നേരത്തോടടുത്തിരുന്നു. അവരെത്താൻ സമയമായപ്പോഴേക്കും സാറ മാത്രം രുദ്രനുമായി എന്തൊക്കെയോ കലബല സംസാരിച്ചുകൊണ്ടിരുന്നു. അതിലേറെയും നിദ്രയെക്കുറിച്ചുള്ള കുറ്റങ്ങളായതുകൊണ്ട് രുദ്രൻ താല്പര്യമില്ലാത്തതുപോലെ വെറുതെ മൂളലിലും മറ്റും മറുപടി ഒതുക്കി. രുദ്രന്റെ മാറ്റം സാറയിൽ പോലും അത്ഭുതം ജനിപ്പിക്കുന്നതായിരുന്നു. നിദ്രയേറെയും മൗനമായിരുന്നു യാത്രയിൽ. അവൾക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടായിരുന്നു. ഗായത്രി ദേവിയെ വല്ലാതെ മിസ് ചെയ്തപ്പോൾ ഇടയ്ക്കെല്ലാം അമ്മയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു നിദ്ര. ആൻറ്റിയെ നിദ്ര നല്ലോണം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ രുദ്ര. നിന്റെ ഭാര്യയായ ജീവിതകാലം മുഴുവനും കടിച്ചു തൂങ്ങാനുള്ള ഓരോരോ കഷ്ടപ്പാട്. 1 വർഷത്തെ കോൺട്രാക്റ്റിൻ്റെ കാര്യം ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം. സാറ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. നിദ്ര ഒന്നും മിണ്ടിയില്ല. അവൾക്ക് നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. വെറുതെ കണ്ണുകൾ അടച്ച് കിടക്കുന്ന നിദ്രയെ രുദ്രൻ വിഷമത്തോടെ നോക്കുന്നത് കണ്ട് സാറ പല്ല് കടിച്ചു ഞെരിച്ചു. സാറയുടെ സംസാരം അവളെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട് എന്നവന് മനസ്സിലായി. കുറെ നേരം കഴിഞ്ഞ് കാർ ഒരു ഗട്ടറിൽ ചാടിയപ്പോഴാണ് നിദ്ര ഞെട്ടി എഴുന്നേൽക്കുന്നത്. ചുറ്റും നല്ല ഇരുട്ട് കണ്ട് പകച്ച നിദ്ര സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെ ഒന്ന് നോക്കി. രുദ്രൻ അവൾ ഉണർന്നത് കണ്ട് അവളെ ആർദ്രമായി നോക്കുന്നുണ്ടായിരുന്നു. നിനക്കൊരു കോഫി വേണോ? ഡ്രൈവിങ്ങിനിടയിൽ അവളെ നോക്കിയൊന്ന് രുദ്രൻ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. ഈ നേരത്ത് കോഫി കുടിച്ച രാത്രികാലത്തെ ഉറക്കത്തിൻ്റെ കാര്യം ഒരു തീരുമാനമാകും. സാറ അപ്പോഴേക്കും ചാടിക്കയറി പറഞ്ഞു. രുദ്രൻ വല്ലാത്ത ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി സ്റ്റിയറിങ്ങിൽ ഇടിച്ചുപോയി. നിദ്ര പകച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. എന്നാൽ നിദ്ര വണ്ടിയിൽ നിന്നും ഇറങ്ങ്, എനിക്കൊരു കോഫി വേണം. നിന്റെ ക്ഷീണം മാറാൻ നല്ലതാ, നിനക്കും ഒരെണ്ണം. പരുഷമായ സ്വരത്തിൽ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ നിദ്ര അറിയാതെ തലയാട്ടിപ്പോയി. അല്ല, ഇവിടുന്നൊക്കെയാണോ ഫുഡ് ഈ നൈറ്റിൽ? നിന്നെ ആളുകൾ തിരിച്ചറിഞ്ഞ ആകെ ബഹളമാകും രുദ്ര. ഞാൻ പറയുന്നത് കേൾക്ക്. സാർ അവളെ കൊണ്ടാകും വിധമെല്ലാം അവനെ വിലക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ ഡാഷ്ബോർഡിൽ നിന്നും ഒരു നീളത്തിലുള്ള കർച്ചീഫ് കയ്യിലെടുത്ത് അത് മുഖത്തിൻ്റെ പാതയും അറയും വരെ കെട്ടി. എന്നിട്ട് സാറയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി പോകാലോ? നിദ്ര ഇറങ്ങിക്കോ. അവൻ ആജ്ഞസ്വരത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ നിദ്ര വേഗം ഡോറ് തുറന്നിറങ്ങി. സാറയ്ക്ക് അയ്യട എന്നായിപ്പോയി. അവൾക്കും കൂടെ പോകാൻ വല്ലാത്ത ത്വര ഉണ്ടായിരുന്നു. എങ്കിലും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി നടക്കില്ല. അസ്വസ്ഥതയോടെ അവർ പോകുന്നത് നോക്കി അവൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. റോഡിൻ്റെ അപ്പുറത്താണ് ഫുഡ് ട്രക്സ് കിടപ്പുള്ളത്. അങ്ങോട്ടേക്ക് പോകാം, എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഒരിടത്തേക്ക് ചൂണ്ടി രുദ്രൻ പറഞ്ഞപ്പോൾ നിദ്ര തലയാട്ടിക്കൊണ്ട് റോഡ് മുറിച്ച് കടക്കാൻ ഒരുങ്ങുകയായിരുന്നു. റോഡിലധികം വണ്ടികളില്ലാത്തതുകൊണ്ട് നിദ്ര കാര്യമായ ഇരുവശവും നോക്കാതെയാണ് നടന്നത്. പിന്നെ രുദ്രൻ കൂടെയുണ്ടല്ലോ എന്നൊരു ധൈര്യം അവളിൽ നിറഞ്ഞിരുന്നു. നിദ്ര വേഗത്തിൽ റോഡിൻ്റെ നടുവിലേക്ക് നടന്ന് കയറിയതും ഒരു കാറ് പാഞ്ഞു വന്ന് അവളുടെ നേർക്കിടിക്കാനാഞ്ഞു. നിദ്ര! രുദ്രൻ അലറി വിളിച്ചുപോയി. കാറ് പക്ഷേ അവളിൽ നിന്നും അല്പം തെന്നി മാറി പാഞ്ഞുപോയി. നിദ്ര പെട്ടെന്ന് അത് പ്രതീക്ഷിക്കാത്ത കാരണത്താൽ ഞെട്ടിപ്പോയിരുന്നു. അവളൊന്ന് തെന്നിയതും രുദ്രൻ അവളെ റോഡിൽ വീഴാതെ താങ്ങി നിർത്തി.
പിടച്ചു പോയിരുന്നു ഒരു നിമിഷത്തേക്ക് അവൻ്റെ ഹൃദയം. വേഗത്തിൽ അവൻ അവളുടെ കയ്യിൽ പിടിച്ചപ്പുറം കടന്നു. നിദ്ര അപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തിയായിരുന്നില്ല. അവൾക്ക് നല്ലതുപോലെ കിതപ്പ് തോന്നി. രുദ്രൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവളെ തിന്നാനുള്ള ദേഷ്യം ഭാവിച്ച് നിൽക്കുകയാണ് അവൻ. നീ എവിടെ നോക്കിയാടി നടക്കുന്നത്? ഹെഡ്ലൈറ്റ് പോലത്തെ 2 ഉണ്ട കണ്ണുണ്ടല്ലോ നിന്റെ മുഖത്ത്, അത് ആവശ്യത്തിന് ഉപയോഗിച്ചൂടെ? നല്ല ഒച്ചയിൽ തന്നെ രുദ്രൻ അവൾക്ക് നേരെ കയർത്തു. നിദ്ര ഞെട്ടി അല്പം പിന്നോട്ട് മാറി. അവൻ ചീത്ത പറഞ്ഞത് കേട്ട് അവളിൽ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലായിരുന്നു. ആ മുഖം കണ്ട് രുദ്രൻ്റെ നെഞ്ചലിഞ്ഞു പോയി. ദേഷ്യമെല്ലാം ഉരുകി ഒലിച്ചുകൊണ്ടിരുന്നു. രുദ്രൻ 2 കൈ കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചു. ശ്രദ്ധിക്കണ്ടേ, വണ്ടി ഇടിച്ചായിപ്പോ എന്തായേനെ? സ്വരം താഴ്ത്തി അലിവോടെ അവൻ അവളെ നോക്കി പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്നെക്കുറിച്ച് അവന് വിചാരമുണ്ടെന്ന് ഓർത്തപ്പോൾ അവളുടെ ഉള്ളം തണുത്തു. പിന്നീട് രുദ്രൻ അവളുടെ കൈ വിട്ടില്ല. കോഫി കുടിക്കുമ്പോഴെല്ലാം അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്കെന്തോ തന്നോട് പറയാനുണ്ടെന്ന് തോന്നി. എന്തെങ്കിലും പറയാനുണ്ടോ? രുദ്രൻ ചോദിച്ചു. പിടയുന്ന കണ്ണുകളോടെ നിദ്ര അവനെ നോക്കി. പറഞ്ഞു. ആർദ്രമായി അവൻ പറഞ്ഞു. സാറ വീട്ടിൽ തന്നെ തങ്ങാനാണ് തീരുമാനമെങ്കിൽ 2 ദിവസത്തിലധികം നിൽക്കില്ല കൂടെ. താഴ്ന്നതെങ്കിലും ഉറച്ച സ്വരത്തിൽ നിദ്ര സ്വന്തം നിലപാട് അറിയിച്ചു. അവളുണ്ടെങ്കിൽ നിദ്രയ്ക്ക് വീട് നരകതുല്യമായിരിക്കുമെന്ന് അവനും അറിയാമായിരുന്നു. രുദ്രൻ നിദ്രയ്ക്കൊപ്പം വണ്ടിയിൽ കയറി വണ്ടിയെടുത്തു. മറ്റൊരു വഴിക്ക് അവൻ വണ്ടി തിരിക്കുന്നത് കണ്ട് സാറ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. നിനക്കൊരു കെട്ടങ്ങ് കഴിഞ്ഞപ്പോൾ വഴിയും മറന്നു പോയോ ഇവിടുത്തെ? ഇതല്ല നമ്മുടെ ഫ്ലാറ്റിലേക്കുള്ള വഴി, സാറ പറഞ്ഞു. ഇത് നിന്റെ വില്ലയിലേക്കുള്ള വഴിയാണ് സാറ, നിനക്ക് വീട്ടിലൊന്ന് പോകണ്ടേ? രുദ്രൻ ചോദിച്ചു. സാറ അത് കേട്ട് മരവിച്ചിരുന്നു പോയി. സാറയുടെ വില്ലയുടെ ഗേറ്റിന് പുറത്ത് രുദ്രൻ കാറ് നിർത്തി. നമ്മളെന്താ രുദ്ര ഇവിടെ? അതുവരെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്ന സാറ ദേഷ്യം നിറഞ്ഞ മുഖത്തോട് ചോദിച്ചു. നീ ഇറങ്ങ്, പറയാം. ഡോറ് തുറന്നിറങ്ങിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. സാറ അരിഷത്തിൽ ചുവന്ന മുഖത്തോട് അവനെ നോക്കി. നിദ്ര താറിറങ്ങണോ വേണ്ടയോ എന്നറിയാതെ കുഴങ്ങി. ഇവിടെ ഇരുന്നു, ഞാനിപ്പോൾ വരാം, അവളോട് സൗമ്യമായി പറഞ്ഞിട്ട് അവൻ സാറയെ കൊണ്ട് നടന്നു. അവളെ കിട്ടിയതുകൊണ്ട് നിനക്കിപ്പോൾ എന്നെ വേണ്ടെന്നാണോ? സാറയുടെ ചോദ്യത്തിൽ രുദ്രന് വല്ലാത്തൊരു പരവേശം തോന്നി. എന്താണ് ഇവളോട് പറയേണ്ടത്? ഇവളുടെ ചോദ്യം വളരെ ശരിയാണ് താനും. ഇവളോട് തനിക്ക് നിദ്രയോട് തോന്നുന്ന ഫീലിംഗ് തുറന്നു പറഞ്ഞാലോ? അവൾ ആരോരുമില്ലാത്തവളാണെന്നും ഒരു പാവമാണെന്നും എല്ലാം തൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞാലോ? പക്ഷേ രുദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്. നോക്ക് സാറ, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങിയാലോ? എൻ്റെ വിവാഹം നമ്മൾ 2 പേരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ലോകത്തിൻ്റെ കണ്ണിൽ നിദ്രയാണ് എൻ്റെ ഭാര്യ. നീയും കൂടി എൻ്റെ ഫ്ലാറ്റിൽ വന്നു നിന്ന ഓൾറെഡി നമ്മളെക്കുറിച്ച് കുറേ ഗോസിപ്പുകളുള്ള കാര്യം നിനക്കറിയാലോ, അത് ഇരട്ടിരിക്കും. ഇരട്ടിച്ച എന്താ രുദ്ര? നമ്മൾ അതൊന്നും ഒരിക്കലും കാര്യമായി എടുത്തിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ ഇത് സാഹചര്യം വേറെയാണ് സാറ. ഒരു ഭാര്യയുള്ള ഞാൻ വീണ്ടും നിന്റെ കൂടെ ബന്ധം പുലർത്തുന്നു എന്ന് വന്ന അത് നമ്മളുടെ 2 പേരുടെ കരിയറിനെ മോശമായി ബാധിക്കും. നിനക്കറിയാലോ, വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ കരിയർ ബിൽഡ് ചെയ്തെടുത്തത്. അതിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. നിനക്കും നിന്റെ കരിയർ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഞാൻ നിന്നെ അവൾക്ക് വിട്ടുകൊടുക്കണമെന്നാണോ? കുറച്ചുനാൾ ഇങ്ങനെ തന്നെ പോട്ടെ സാറ. എനിക്കെന്തായാലും ഇപ്പം നിദ്രയെ കൂടെ നിർത്തിയേ പറ്റൂ. നീ മറ്റൊന്നും വിചാരിക്കേണ്ട. തൽക്കാലം നീ എൻ്റെ കൂടെ താമസിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാറൊന്ന് ആലോചിച്ചു. രുദ്രൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. മീഡിയക്കാർ അലഞ്ഞു നടക്കുകയാണ്. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടാനായി. എന്തെങ്കിലും വാർത്ത അവരുടെ ചെവിയിലെത്തിയ ആകെ നാറ്റിച്ച് കളയും. ശരി രുദ്ര, പക്ഷെ നീ എന്നെ മറന്ന് അവളോട് യാതൊരു അടുപ്പത്തിനും പോകരുത്. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. രുദ്രൻ്റെ വാക്കുകൾ വളരെ ദുർബലമായിരുന്നു. സാറ പെട്ടെന്ന് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ഐ വിൽ മിസ് യു. അവളുടെ കൂടെ തന്നെ ഇരിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിലും നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വരണം. എൻ്റെ കൂടെ വേണം നീ നിൻ്റെ ഒഴിവ് സമയങ്ങൾ അത്രയും, പ്രത്യേകിച്ച് രാത്രികൾ സ്പെൻഡ് ചെയ്യാൻ. അവൾ അത്രയും അവനോട് ചേർന്ന് നിന്നിട്ടും അവനൊരു നിർവികാരത മാത്രമാണ് തോന്നിയത്. അവൾ പറഞ്ഞതിനെല്ലാം അവൻ വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. സാറകത്തേക്ക് കയറിപ്പോയതിനു ശേഷം രുദ്രൻ കാറ് പാർക്ക് ചെയ്യുന്നിടത്തേക്ക് ചെന്നു. നിദ്ര സീറ്റിൽ ചാരി കിടക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ പിടഞ്ഞു മുഖം ഉയർത്തി. അവൻ വളരെ ആർദ്രമായി അവളെ നോക്കി. പിന്നെ ശിരസിൽ തലോടി. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെല്ലാം മാടിയൊതുക്കി. അവൻ്റെ ആ സ്നേഹപ്രകടനത്തിൽ നിദ്ര ആകെ കുളിർന്നു വിറച്ചു പോയിരുന്നു. ഒന്നും മിണ്ടാനാവാതെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി നിന്നു.
അവളുടെ കണ്ണുകളിൽ നീർത്തുള്ളികളുടെ തിളക്കം കണ്ട് അവന് വല്ലാതെയായി. ഏയ്, വിഷമിക്കാതെ, സാരമില്ല. നമ്മുടെ ഇടയിലേക്ക് ഇനി പെട്ടെന്നൊന്നും ആരും വരില്ല, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ വീണ്ടും ആ കവിളിലൊന്ന് തടവിയിട്ട് കാറ് മുന്നോട്ടെടുത്തു. നഗരഹൃദയത്തിൽ തന്നെയുള്ള രുദ്രന്റെ വില്ല അതിമനോഹരമായിരുന്നു. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നതും വില്ലയിലേക്ക് നയിക്കുന്ന വിശാലമായ പുൽത്തകിടിലൂടെ കാറ് പാഞ്ഞു. മുറ്റത്തിനിരുവശവും അതിമനോഹരമായ പൂക്കളും ചെടികളും പൂമരങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് നിദ്രയുടെ കണ്ണുകൾ വിടർന്നു പോയി. അവളുടെ ഭാവം കണ്ട് രുദ്രൻ പുഞ്ചിരിച്ചു. കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ 2 സെർവൻസ് ഓടി വന്ന് അവരുടെ പെട്ടികളും ബാഗുകളും മറ്റും കാറിൽ നിന്നെടുത്തു. രുദ്രന്റെ പിറകെ നിദ്ര അകത്തേക്ക് കയറി. മോഡേൺ ട്രഡീഷണൽ അലങ്കാരങ്ങളും മിനുക്കിയ മാർബിളും ചില്ലുജനാലുകളും കണ്ട് അത്ഭുതത്തോടെ അവൾ അവിടമാകെ നോക്കി. വെൽക്കം ടു അവർ ഹെവൻ, രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ നിദ്ര ഒന്നും പറയാതെ തല താഴ്ത്തി. ഇയാളെന്താടോ ചിരിക്കില്ലേ? എൻ്റെ കൂടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഇത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ഇയാൾക്ക് കൂടെ വരാൻ. അത് പിന്നെ സാറാ. നിദ്രയിൽ നിന്ന് വാക്കുകൾ അടർന്നു വീണു. നോക്ക് നിദ്ര, എനിക്ക് നിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാറ ഇവിടെ ഇല്ലല്ലോ. അവളെ നമുക്കിടയിൽ വിളിച്ചു വരുത്തി നിന്നെ ഇൻസൾട്ട് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവ് ചെയ്ത് നമുക്കിടയിലെ ഈ നല്ല നിമിഷങ്ങളെ അവരുടെ പേര് പറഞ്ഞ് നശിപ്പിക്കരുത്. രുദ്രൻ കുറച്ചൊരു ആപേക്ഷാഭാവത്തിൽ പറഞ്ഞു. നിദ്ര നിസ്സഹായതയോടെ തലകുലുക്കുക മാത്രം ചെയ്തു. സാറയെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വരൂ. രുദ്രൻ നിദ്രയെ ചേർത്ത് പിടിച്ചു നടന്നു. ആ സ്പർശനത്തിൽ അവളുടെ ശരീരം വല്ലാതെ വിറച്ചു. പക്ഷെ അവൾ എതിർക്കാതെ അവൻ്റെ ഒപ്പം നടന്നു. വിശാലമായ ബെഡ്റൂമിലേക്ക് അവൻ അവളെ കൊണ്ടുപോയി. തിളങ്ങുന്ന മാർബിൾ ഫ്ലോറിങ്ങും മൃദുലമായ ചാരനിറത്തിലുള്ള ചുവരുകളും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വോൾ ആർട്ടുകളും കൗതുക വസ്തുക്കളും എല്ലാം ആഡംബരം നിദ്രയെ അമ്പരപ്പിച്ചു. ഫർണിച്ചറുകൾ മോഡേൺ ടൈപ്പിലുള്ളതായിരുന്നു. സ്നോ വൈറ്റ് ആൻഡ് ലെതർ വിചിത്രമായ മരങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ ചാരുകസേരകൾ, കൈകൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്ത സെക്ടർ സോഫ, ഇതെല്ലാം നിദ്ര ആദ്യം കാണുകയായിരുന്നു. രുദ്രനിദ്രയെ ജനലിന് സമീപം കൊണ്ടുപോയി നിർത്തി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തെ ആകാശം ഒരു സ്വർണ്ണപ്രഭ ചൊരിഞ്ഞിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇനി ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടാകൂ. രുദ്രൻ അവളോട് ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു. അവളുടെ മുഖത്ത് ലജ്ജ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. രുദ്ര അവളുടെ തോളിൽ കൈചുറ്റി സ്വയം അറിയാതെ നിദ്ര അവനിലേക്ക് ചാഞ്ഞു. പക്ഷേ പെട്ടെന്ന് നിദ്രയുടെ കണ്ണുകൾ ചുവരിൽ പതിഞ്ഞതും അവൾ ആകെ പിടഞ്ഞുപോയി. അവിടെ രുദ്രനോട് ചേർന്ന് നിൽക്കുന്ന സാറയുടെ ഒരു ഫോട്ടോയിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. സാറ ധരിച്ചിരിക്കുന്നത് ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസും സാരിയുമായിരുന്നു. അവളുടെ നഗ്നമായ തോളിൽ രുദ്രന്റെ കൈ അമർന്നിരുന്നു. നിദ്ര വേഗം തന്നെ രുദ്രനിൽ നിന്ന് അകന്നു മാറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.